ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷ് നായ് ഇരുട്ടിൽ തപ്പി പോലീസ്. പ്രതി വിനീഷ് കുതിരവട്ടത്ത് നിന്നും പുറത്തു ചാടി 5 ദിവസം കഴിഞ്ഞിട്ടും പ്രതി എവിടെയെന്നതിൽ സൂചനകൾ ഇല്ല. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമർ തുറന്നിട്ടാണ് പ്രതി രക്ഷപ്പെട്ടത്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. വിനീഷ് പുറത്തു ചാടിയതോടെ ആശങ്കയിലാണ് ദൃശ്യയുടെ കുടുംബം. വിവരങ്ങളുമായി രമ്യ ദാസ് നമുക്കൊപ്പം ചേരുകയാണ്. രമ്യ, 5 ദിവസമാകുന്നു പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട്. ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് മാത്രമല്ല, ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടുമുണ്ട്. ദൃശ്യയുടെ കുടുംബമാണെങ്കിൽ വലിയ ആശങ്കയിലുമാണ്. പറയൂ, എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? രാഖി, ഇത് തന്നെയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ദൃശ്യക്കൊലക്കേസ് പ്രതിയായ വിനീഷ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയത്. കാരണം ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമെന്ന് പറയുമ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 5 ദിവസത്തോളമായി ഇയാൾ കുതിരവട്ടത്തു നിന്നും കടന്നിട്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട CCTVയോ മറ്റ് തെളിവുകളോ ഒന്നും ഇതുവരെയായിട്ടും പോലീസ് ലഭ്യമായിട്ടില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് ഇയാൾ സംസ്ഥാനം വിട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇയാൾ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാം എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് പോലീസും ഇരിക്കുന്നത്. കാരണം ഇയാൾക്കായി കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. കൂടാതെ ഇതിനുശേഷം പിന്നീട് 4 ഭാഷകളിലേക്ക് കൂടി, കാരണം ഇദ്ദേഹം കേരളം വിട്ടിട്ടുണ്ടാകാം എന്ന സംശയത്തിന്റെ കീഴിലാണ് 4 ഭാഷകളിൽ കൂടി ഈ ലുക്കൌട്ട് നോട്ടീസാണ് പോലീസ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോകുന്നത്. കാരണം 2022 സമാനമായി കുതിരവട്ടം എത്തിച്ചപ്പോൾ ഇദ്ദേഹം ഇതുപോലെ തന്നെ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയിരുന്നു. അന്ന് ധർമ്മസ്ഥലയിൽ നിന്നാണ് ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി പോലീസ് പറയുന്നത്, മറ്റാരുടെയും ഒരു സഹായം ഇയാൾക്ക് ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ദൃശ്യയുടെ കുടുംബവും വളരെ തന്നെ ആശങ്കയിലാണ്. കാരണം അന്ന് ഈ ദൃശ്യക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയ ശേഷം ഈ കടയുടെ ദൃശ്യയുടെ പിതാവിന്റെ കടയ്ക്ക് തീയിട്ടതിന് ശേഷമാണ് വീട്ടിൽ കയറി ദൃശ്യയെ കൊലപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതുമെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ 2022 ചാടിപ്പോയപ്പോൾ തന്നെ ഈ ദൃശ്യയുടെ കുടുംബാംഗങ്ങളെല്ലാം വളരെ ഭീതിയിലായിരുന്നു. നിലവിൽ ഈ സമാനമായി തന്നെയാണ് ഈ ഘട്ടത്തിലും അവരിയ്ക്കുന്നത്. കാരണം പോലീസ് പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം ദൃശ്യയുടെ ഒരു ബന്ധു നമ്മളൊരു പ്രതികരണം നടത്തിയിരുന്നു. കാരണം ഇവർ വളരെ ആശങ്കയിലാണ്. ഇവർക്ക് അതായത് പോലീസിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് പേഴ്സണൽ ഒരു പ്രൈവസി ഇല്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് തിങ്കളാഴ്ച ഏകദേശം ഒരു 9:15 അതുപോലെ തന്നെ 11:15 ആയിരിക്കാം ഇയാൾ ഇത്തരത്തിൽ ശുചിമുറിയുടെ ചുമർ തുറന്നാണ് ഇത്തരത്തിൽ പുറത്തു ചാടുന്നത്. അതിനു മുൻപ് ഒരാഴ്ച കാലം ഇയാളുടെ മുറിയുടെ സമീപത്തേക്കൊന്നും ഈ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരെയൊന്നും അടുത്തേക്ക് ഈ ശുചിമുറിയുടെ അടുത്തേക്കൊന്നും വരുത്തുന്ന ഭയങ്കര തടയുന്ന രീതി ഉണ്ടായിരുന്നു. കാരണം ഈ ഉദ്യോഗസ്ഥരുമായൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഉദ്യോഗസ്ഥരെ മേലേക്കെല്ലാം വാരി എറിയുന്ന ഒരു സമീപനം ഇയാൾ നടത്തിയിരുന്നു. കാരണം ഈ ഉദ്യോഗസ്ഥരൊന്നും കാരണം വളരെ ദിവസങ്ങളെടുത്താണ് ഇത്തരത്തിൽ ഈ ശുചിമുറിയുടെ ഭിത്തി തുറന്നത് എന്നാണ് തന്നെയാണ് നിഗമനം. കാരണം അതുകൊണ്ടാവാം ഇത്തരത്തിൽ ഇവരെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള സമീപനമെല്ലാം ഇയാൾ കൈക്കൊണ്ടിരുന്നത്. നിലവിൽ അതിനുശേഷം ഈ CCTV ദൃശ്യങ്ങളൊന്നും ഇതുവരെയായിട്ടും പോലീസിന് ലഭ്യമല്ല. കുതിരവട്ടെ CCTVയിലല്ല, സമീപത്തെ CCTVയിൽ ഒന്നും തന്നെ ഇയാളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഇയാൾ നടന്നു പോകുന്നതുമായ ദൃശ്യങ്ങളോ ഒന്നും ഇതുവരെ പോലീസിന് ലഭ്യമായിട്ടില്ല. അതിനാൽ തന്നെ വളരെ ഇരുട്ട് തപ്പുകയാണ് പോലീസ്, നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയ നിഗമനം ഇദ്ദേഹം ആന്ധ്ര സംസ്ഥാനം, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര, കർണാടക ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ അവിടേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നടപടിയിലേക്കാണ് വിനീഷിനെ പിടികൂടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ്